പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് കാറ്റഗറി 1 മാത്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളിൽ 13ാം സംഖ്യ 35 ആയാൽ സംഖ്യകളുടെ ആകെ തുക എത്ര? 455, 325, 875, 675. ഇവിടെ എന്തൊക്കെയാണ് തന്നുള്ളത്? തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളിൽ 13ാമത്തെ സംഖ്യ 35 നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ആകെ എത്ര സംഖ്യകളാണ്? 25 സംഖ്യകൾ. 13ാമത്തെ സംഖ്യ ഏതാണ്? 35 എന്ന് തന്നിട്ടുണ്ട്. 13ാമത്തെ സംഖ്യ 35 ആവുമ്പോൾ 35ൻ്റെ മുമ്പ് എത്ര സംഖ്യകളുണ്ടാവും? 12 സംഖ്യകളുണ്ടാവും. ആകെ 25 സംഖ്യയാണ്. അപ്പോൾ ഇത് 13ാമത്തെയാണ്. അപ്പോൾ ആകെ 25 സംഖ്യകളായതുകൊണ്ട് 35ൻ്റെ ശേഷം എത്ര സംഖ്യകളുണ്ടാവും? 12 സംഖ്യകളുണ്ടാവും. അങ്ങനെ 25 സംഖ്യകൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യ പദം കണ്ടുപിടിക്കാം. ഇപ്പോൾ 35ൻ്റെ മുമ്പാണ് 12 സംഖ്യകൾ. അതുകൊണ്ട് ആദ്യ പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 35ൽ നിന്ന് 12 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 23 കിട്ടും. അവസാനത്തെ പദം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? അത് 35ന് ശേഷമാണല്ലോ. അതുകൊണ്ട് 35ൻ്റെ കൂടെ നമ്മൾ 12 കൂട്ടാം. അപ്പോൾ നമുക്ക് 47 കിട്ടും. ഇപ്പം നമുക്ക് ആദ്യ പദം 23 കിട്ടി, അവസാനത്തെ പദം 47 എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? എന്താണ്? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം a പ്ലസ് an. അതായത് എത്ര നമ്പറാണെന്നുള്ളതിന് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യ പദവും അവസാന പദവും കൂട്ടാം. അപ്പോൾ എത്ര സംഖ്യകളാണ് ഇവിടെ ഉള്ളത്? അതായത് 25 സംഖ്യകളാണ്. അതിന് നമ്മൾ 25/2 ചെയ്യുക. ആദ്യ പദം നമുക്ക് 23 കിട്ടി, അവസാന പദം നമുക്ക് 47 കിട്ടി. 23 47 കൂടെ എത്ര വരും? അപ്പോൾ 25 ഇൻറ്റു എത്ര വരും? 70. അതായത് 23 47 കൂടെ കൂട്ടിയപ്പോൾ 70 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. 2 ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ 70, 35, 2 35 പ്രാവശ്യം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 25 ഇൻറ്റു 35 ചെയ്യാം. 25 ഇൻറ്റു 35 എത്രയാണ്? 875. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ 13ാമത്തെ സംഖ്യ തന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 13ൻ്റെ മുമ്പ് 12 സംഖ്യകൾ ഉണ്ടാവും. 35. അപ്പോൾ 35ൽ നിന്ന് 12 സംഖ്യകൾ മുന്നിലും പിന്നെ 25 ആകെ ആയതുകൊണ്ട് 35 കഴിഞ്ഞിട്ടും 12 സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ആദ്യ പദം അന്ത്യപദം കണ്ടുപിടിച്ചു. അതിന് നമ്മൾ n/2 ഇൻറ്റു a പ്ലസ് a എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് 875 ആൻസർ കിട്ടിയത്. തുടർച്ചയായ 25 എണ്ണൽ സംഖ്യകളിൽ 13ാമത്തെ സംഖ്യ 35 ആയ സംഖ്യകളുടെ ആകെ തുക എത്രയാണ്? 875 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 875. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഗണിത ക്ലാസ്സിൽ ടീച്ചർ സ്വീകരിക്കേണ്ട രീതി അല്ലാത്തത്. ഒരു ഗണിത ക്ലാസ്സിൽ ടീച്ചർ സ്വീകരിക്കേണ്ട രീതി അല്ലാത്തത് ഏതാണ്? എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്ത് നൽകുക. ചിന്തോദ്ദീപക ചോദ്യങ്ങൾ നൽകുക. പ്രശ്നങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരുവാൻ കുട്ടികളെ സഹായിക്കുക. പ്രശ്നങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുവാൻ അവസരം നൽകുക. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്യുക എന്നതാണ് ഇതിൽ ഗണിത പഠന ക്ലാസ്സിൽ ടീച്ചർ സ്വീകരിക്കേണ്ടതല്ലാത്ത രീതി. എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്ത് നൽകുക എന്നത് ടീച്ചർ ഗണിത പഠന ക്ലാസ്സിൽ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണെങ്കിൽ അതേ വർഷത്തെ നവംബർ 14 ഏതാഴ്ച ആയിരിക്കും? ബുധൻ, തിങ്കൾ, വ്യാഴം, ചൊവ്വ. അപ്പോൾ ഒക്ടോബർ 2, ഇപ്പം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടറ്റിന് എപ്പോഴും കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രിക്കുകളൊക്കെ
നോക്കിയിട്ട് പോകണം. അപ്പോൾ ഒക്ടോബർ 2 തിങ്കളാഴ്ച ആണെങ്കിൽ അതേ വർഷം നവംബർ 14 ഏതാഴ്ച ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒക്ടോബർ 2 ഏത് ദിവസമാണ്? തിങ്കളാഴ്ച. ഒക്ടോബർ 2 തൊട്ട് 31 വരെ എത്ര ദിവസം ഉണ്ടാവും എന്ന് നോക്കുക. ഒക്ടോബർ 2 ഇപ്പോൾ ഒക്ടോബർ 31 ഉണ്ടല്ലോ, അതുകൊണ്ട് ഒക്ടോബർ 2 തൊട്ടിട്ട് 31 വരെ എത്ര ദിവസമുണ്ട്? 2 തൊട്ട് 31 വരെ 29 ദിവസമാണുള്ളത് ഒക്ടോബറിൽ. അതിൻ്റെ കൂട്ടത്തിൽ നവംബർ 14 കൂടെ കൂട്ടുക. ഇപ്പോൾ ഒക്ടോബർ 2 തൊട്ട് നവംബർ 14 വരെയുള്ള ദിവസങ്ങളാണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒക്ടോബർ 2 തൊട്ട് ഒക്ടോബർ 31 വരെയുള്ള ഒക്ടോബറിലെ ദിവസങ്ങൾ നമുക്ക് 29 കിട്ടി. നവംബർ 14 വരെ തന്നെ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നവംബറിലെ 14 ദിവസവും കൂട്ടി. അപ്പം നമുക്ക് ആൻസർ 43 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 43നെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 7 കൊണ്ട്. കാരണം എന്താണ്? ഒരാഴ്ചയിൽ 7 ദിവസമാണല്ലോ. അങ്ങനെ 43നെ നമുക്ക് 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 6 42 എന്ന് കിട്ടും. അങ്ങനെ മൈനസ് ചെയ്തിട്ട് ഇപ്പം ശിഷ്ടം 1. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്ന ദിവസം ഒക്ടോബർ 2 തിങ്കളാഴ്ച എന്ന് തന്നിട്ടുണ്ടല്ലോ. ഈ ശിഷ്ടത്തെ തിങ്കളാഴ്ചയോട് കൂട്ടുക. അപ്പോൾ തിങ്കളാഴ്ചയോട് കൂട്ടുമ്പോൾ നമുക്ക് 1 കൂട്ടും. ശിഷ്ടം 1 ആയതുകൊണ്ട് തിങ്കളാഴ്ചയുടെ അടുത്ത ദിവസം ചൊവ്വ. ശിഷ്ടം 2 ആണെങ്കിൽ തിങ്കളാഴ്ചയുടെ അടുത്ത ദിവസം അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് ബുധൻ. ശിഷ്ടം 3 ആണെങ്കിൽ വ്യാഴമായിരിക്കും. അപ്പോൾ ഇവിടെ ശിഷ്ടം 1 ആയതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ചൊവ്വയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കലണ്ടറിലെ ദിവസങ്ങൾ എത്രയും നോക്കിയിട്ട് അപ്പോൾ ആ മൊത്തം ദിവസങ്ങൾ കൂട്ടിയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം വരുന്ന ആ സംഖ്യയെ നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ തന്ന ദിവസങ്ങളോട് കൂട്ടുക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ചൊവ്വയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സും വൈയും 2 ഒറ്റ സംഖ്യകളായാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? എക്സും വൈയും 2 ഒറ്റ സംഖ്യകളായാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏതാണ്? എക്സ് ഇൻറ്റു വൈ, എക്സ് പ്ലസ് വൈ, എക്സ് ഡിവൈഡഡ് ബൈ വൈ, എക്സ് വൈ. ഇപ്പം നമുക്ക് നോക്കാം. എക്സും വൈയും 2 ഒറ്റ സംഖ്യകളാണ് അല്ലേ? എക്സും വൈയും 2 ഒറ്റ സംഖ്യകളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 എടുക്കാം, 3 എടുക്കാം. എക്സും വൈയും 2 ഒറ്റ സംഖ്യകളായാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇരട്ട സംഖ്യ ഏത്? അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ. ആദ്യത്തെ ഓപ്ഷൻ എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ 1 ഇൻറ്റു 3 എത്ര വരിക? 3 തന്നെ വരിക. അടുത്തത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ 1 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇരട്ട സംഖ്യ കിട്ടിയത്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? കറക്റ്റ് എക്സ് പ്ലസ് വൈ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾക്ക് 3ഉം 5ഉം എടുത്തു നോക്കാം. 3ഉം 5ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 15 കിട്ടും. അത് ഒറ്റ സംഖ്യ തന്നെയാണ്. പക്ഷേ 3ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 8 കിട്ടുക. അത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. എക്സും വൈയും 2 ഒറ്റ സംഖ്യകളായാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് എക്സ് പ്ലസ് വൈ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 23.35 പ്ലസ് 2.4 ഈസ് ഈക്വൽ ടു 25.39. 5/100 ഈസ് ഈക്വൽ ടു 0.005. 0.1 ഇൻറ്റു 0.01 ഈസ് ഈക്വൽ ടു 0.01. 45.36 ഈസ് ഈക്വൽ ടു 45 പ്ലസ് 0.3 പ്ലസ് 0.06. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ നോക്കാം നമുക്ക്. 23.35 പ്ലസ് 2.4 എന്താണ്? 752.
25.75 അപ്പോൾ അത് കറക്റ്റല്ല. ഇനി അടുത്തത് 5/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? താഴത്ത് 2 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മേലെ 2 പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 3 സ്ഥാനം തന്നിട്ടുണ്ട്. അപ്പോൾ അതും തെറ്റാണ്, ഇതും തെറ്റ്. ഫസ്റ്റത്തെ ഓപ്ഷൻ തെറ്റാണ്, രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. 5/100 എന്ന് പറഞ്ഞാൽ 0.05 വരിക. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ഇനി ഇത് നോക്കിയേ, 0.1 × 0.01 = 0.01. ഇതും തെറ്റാണ്, കാരണം 3 പോയിൻ്റ് ഉണ്ട്. ഇവിടെ 0 കഴിഞ്ഞിട്ട് 1 പോയിൻറ്റും രണ്ടാമത്തേൽ 0.01 2 പോയിൻറ്റും. ഇതും തെറ്റാണ്. 0.01 എന്നുള്ളതും തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ കൂട്ടി നോക്കാം. 45 + 0.3 + 0.06. ഇപ്പം എത്രയാണ് ആൻസർ കിട്ടുക? 6, 3, ഇവിടെ 5, 4. 45.36. ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് 45.36 = 45 + 0.3 + 0.06. അപ്പോൾ 45.36 എന്നുള്ളതാണ് കറക്റ്റ്. 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാ പാറ്റേൺ പരിഗണിക്കുക. അപ്പോൾ ആദ്യത്തേതിൽ എത്ര സംഖ്യ ഉണ്ട്? 1. മറ്റേതിൽ 3ഉം 5ഉം 7ഉം 9ഉം 11ഉം 13ഉം 15, 17, 19. ഇങ്ങനെയാണ് സംഖ്യകൾ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ പാറ്റേൺ? എല്ലാം ഒറ്റ സംഖ്യകളാണ് അല്ലേ? അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ ഒന്ന് എഴുതി നോക്കാം. നമുക്ക് 1, 3, 5, പിന്നെ ഒറ്റ സംഖ്യകളായതുകൊണ്ട് തന്നെ 7, 9, 11, 13, 15, 17, 19, 21, 23, 25, 27, 29, 31, 33, 35, 37, 39, 41. അപ്പോൾ ഇതിലെന്താണ് ക്വസ്റ്റ്യൻ? ഇതിൽ 6ാമത്തെ വരിയിലെ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യ പാറ്റേണിൽ ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നാൽ 6ാം വരിയിലെ സംഖ്യകളുടെ തുക കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ 1ാമത്തെ വരിയിൽ 1ആണുള്ളത്, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5, പിന്നെ 6, ഇങ്ങനെ ഓരോന്ന് കൂടി പോവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒറ്റ സംഖ്യകൾ കൂടിപ്പോവാം. അപ്പോൾ നമുക്ക് 6ാമത്തെ വരിയിലെ സംഖ്യകൾ എത്രയാണ് കിട്ടുന്നത്? 6ാമത്തെ വരിയിൽ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 6ാമത്തെ വരിയിൽ 31, 33, 35, 37, 39, 41 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 216 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 216 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4 പേനയ്ക്കും 7 പെൻസിലിനും കൂടി വില 34 രൂപയാണ്. ഇതേ നിരക്കിൽ 7 പേനയ്ക്കും 4 പെൻസിലിനും വില 43 രൂപയായി. എങ്കിൽ ഒരു പേനയ്ക്കും 1 പെൻസിലിനും കൂടി വില എത്രയായിരിക്കും? 4 പേനയ്ക്കും 7 പെൻസിലിനും 34 രൂപ. ഇതേപോലെ തന്നെ 7 പേനയ്ക്കും 4 പെൻസിലിനും 43 രൂപ. എങ്കിൽ ഒരു പേനയ്ക്കും 1 പെൻസിലിനും കൂടി വില എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 4 പേനയ്ക്കും 7 പെൻസിലിനും കൂടി വില എത്രയും തന്നിട്ടുണ്ട്? 34 തന്നിട്ടുണ്ട്. പിന്നെ ഇതേ നിരക്കിൽ പിന്നെ എന്താ തന്നിട്ടുള്ളത്? 7 പേനയ്ക്കും അതുപോലെ 4 പെൻസിലിനും കൂടിയുള്ള വില 43 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് കൂട്ടാം. അപ്പോൾ ഇവിടെ 7 4 11,
7 4 11 ഈസ് ഈക്വൽ ടു 77 എന്ന് കിട്ടി. 11 പ്ലസ് 11 ഈസ് ഈക്വൽ ടു 77. 11 പേനയ്ക്ക് ഒരുമിച്ച് 11 പേനയ്ക്കും 11 പെൻസിലിനും കൂടിയുള്ള വില എത്രയാണ്? 77 രൂപയാണ്. അപ്പോൾ ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടിയുള്ള വില എത്രയായിരിക്കും? 77/11, 7 രൂപ. ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടിയുള്ള വില എത്രയായിരിക്കും? 7 രൂപ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 1/3 ഭാഗം മകനും 1/2 ഭാഗം മകൾക്കും നൽകി. എങ്കിൽ ബാക്കി എത്ര ഭാഗമുണ്ട്? 1/5, 1/6, 2/3, 1/4. 1/3 ഭാഗം മകനും 1/2 ഭാഗം മകൾക്കും കൊടുത്തു. അപ്പോൾ എത്ര ഉണ്ട് അതിലുണ്ടാവുക? ബാക്കി എത്ര ഉണ്ടാവുക? അതായത് 1/3 ഭാഗം മകനും 1/2 ഭാഗം ആർക്കും കൊടുത്തു? മകൾക്കും കൊടുത്തു. അപ്പോൾ ആദ്യം നമുക്ക് ഓർക്ക് രണ്ടാൾക്കും കൂടെ എത്ര കൊടുത്തു നോക്കാം. 1/3 പ്ലസ് 1/2. അപ്പം നമ്മളിവിടെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, താഴെ ഇൻറ്റു ചെയ്തപ്പോൾ നമ്മൾ മേലെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 2നെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു, അതേപോലെ മേലെയും ഇൻറ്റു ചെയ്തു. അപ്പോൾ എത്രയാണ്? 2/6. അതേപോലെ പ്ലസ് 3/6. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 5/6 കിട്ടും. അയാളുടെ സമ്പാദ്യത്തിൻ്റെ 5/6 ഭാഗം 2 മക്കൾ കൂടി കൊടുത്തു. അപ്പോൾ അയാളുടെ സമ്പാദ്യം 1 ആണെങ്കിൽ അതിൻ്റെ 5/6 ഭാഗം അയാൾ 2 മക്കൾക്കും കൂടെ കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയെന്ന് അറിയണമെങ്കിൽ ടോട്ടൽ സമ്പാദ്യം നമ്മൾ 1 എടുത്തിട്ട് 5/6 അതിൽ നിന്ന് കുറക്കുക. അപ്പോൾ 1 നമുക്ക് കുറക്കുമ്പോൾ എപ്പോഴും 1ൻ്റെ ഏത് സംഖ്യകളും ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ അടിയിൽ 1 ആയിരിക്കും ഉണ്ടാവുക. -5/6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈക്വൽ ആക്കണം, എന്നാലും നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുക. 1നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും? 6/6 മൈനസ് 5/6 വരും. അപ്പോൾ ആൻസർ എന്താണ്? 1/6. 1/6 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1/3 ഭാഗം മകനും 1/2 ഭാഗം മകൾക്കും നൽകിയാൽ ബാക്കിയുള്ളത് 1/6 ഭാഗമാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 180 കിലോമീറ്റർ ദൂരം 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും അടുത്ത 180 കിലോമീറ്റർ ദൂരം 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം. ഇപ്പം എന്തൊക്കെയാണ് തന്നുള്ളത്? ആദ്യത്തെ 180 കിലോമീറ്റർ ദൂരം 30 കിലോമീറ്റർ പെർ ഹവർ മണിക്കൂർ എന്ന വേഗത്തിൽ, അടുത്ത 180 കിലോമീറ്ററിൽ 60 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്ര? ദൂരം സെയിം തന്നെയാണ് അല്ലേ? ആദ്യത്തെ 180 കിലോമീറ്റർ എത്രയാണ്? 30 കിലോമീറ്റർ പെർ ഹവറാണ്. അടുത്ത 180 കിലോമീറ്ററോ? അടുത്ത 180 കിലോമീറ്റർ 60 കിലോമീറ്റർ പെർ ഹവറാണ്. അപ്പോൾ മുഴുവൻ യാത്രയിലെയും ശരാശരി ദൂരം സെയിം ആണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ശരാശരി ദൂരം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് ബി. ഈ ഇക്വേഷനാണ് മുഴുവൻ യാത്രയിലെയും ശരാശരി ദൂരം കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പം ഇതെങ്ങനെ ചെയ്യാം? അത് യാത്രയുടെ ആദ്യത്തെ 180 കിലോമീറ്റർ ദൂരം 30 കിലോമീറ്റർ പെർ ഹവറിലാണ്. അടുത്ത ദൂരം അടുത്ത 180 കിലോമീറ്റർ ദൂരം എങ്ങനെയാണ്? 60 കിലോമീറ്റർ പെർ ഹവറിലാണ്, ആ വേഗത്തിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്ര എന്നാണ് ചോദിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം കാണാനുള്ള ഇക്വേഷനാണ് 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് ബി.
മുഴുവൻ യാത്രയിലെ ശരാശരി ദൂരം കാണാനുള്ള ഇക്വേഷൻ 2ab ഡിവൈഡഡ് ബൈ a+b ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യത്തെ ദൂരം പിന്നെ രണ്ടാമത്തെ 180 കിലോമീറ്ററിലെ ദൂരം ഡിവൈഡഡ് ബൈ a+b ആണ് 30 + 60 എന്ന് വരും. 2 ഇൻറ്റു 30 ഇൻറ്റു 60 എത്ര കിട്ടുക? 3600 എന്ന് വരും. 3600 ഡിവൈഡഡ് ബൈ 30 + 60 എത്ര വരും? 90. അപ്പോൾ ഈ 0 വിട്ട് 1 9 9 9 4 36 4ഉം ഈ 0. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 40 എന്നുള്ളതാണ്. 40 km/h എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മുഴുവൻ യാത്രയിലെയും ശരാശരി വേഗം 40 km/h എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കേട്ടറ്റിൻ്റെ എക്സാമിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.